പത്രോസിയേട്ടന്റെ ഒരു പത്രാസ് കണ്ടില്ലേ? ഒരു കോട്ടയും ഒരു തടയും ഒരു ഏട്ടയും സുന്ദരനായ കറങ്ങിയിരിക്കണം. കാണാം. പെണ്ണുങ്ങൾ നിലവിട്ട് ചിരിക്കരുത്. ആ, പത്രോസിയേട്ടൻ ബംഗ്ലാവിലേക്കായിരിക്കും. അതെ, അങ്ങോട്ട് തന്നെ. നിനക്ക് എന്തോ വേണം? അപ്പൊ ഇന്നൊരു വലിയ വെട്ടുണ്ടല്ലോ. ആ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. എന്റെ ബംഗ്ലാവിലെ ജോയ്മോന്റെ കല്യാണം നടത്തുന്നത് ഈ പത്രോസാണ്. ആഹാ, അല്ല ഇതാര് പത്രോസ്? നീ ഒറ്റയ്ക്ക് ഉള്ളടാ? അതെ. അല്ല, ഞാൻ വിചാരിച്ചു നീ പെണ്ണുകൂട്ടുകാരുടെ കൂടെ മാത്രമേ വരുവുള്ളൂ. ഞാൻ ഇവിടുത്തെ ആളായിരുന്നുകൊണ്ട് അവരോടൊപ്പം വരുന്നത് ശരിയാണോ മുതലാളി? ഇതേ വാചകം തന്നെ ആയിരിക്കും അവരോടും പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത്രക്കാരനാണെന്നാണോ അന്നമ്മച്ചാരത്തി ധരിച്ചിരിക്കുന്നത്? പത്രോസ് പല കല്യാണം നടത്തിച്ചിട്ടുണ്ട്. പക്ഷെ ബംഗ്ലാവിലെ ജോയ്മോന്റെ കല്യാണം പത്രോസിന്റെ ജീവിതത്തിൽ ഒരു പത്രാസായിരിക്കും. ഒന്നാം തരം കുടുംബം, ഒന്നാം തരം പണക്കാര്, ഒന്നാം തരത്തിൽ ഒന്നാം തരം പെണ്ണ്. ദേ ഒരു കാര്യം, പണം കുറച്ച് കുറഞ്ഞാലും ശരി, പെണ്ണ് നന്നായിരിക്കണം. എന്റെ മോന് ചേർന്നതല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ല. വേണ്ട, 1000ന്റെ നോട്ടുകൾ അട്ടിയട്ടിയായി വെച്ചിരിക്കുന്ന ആനക്കൊമ്പ് കച്ചവടക്കാരൻ അവറാച്ചന്റെ അവസാനത്തെ മോളാ പെണ്ണ്. ഒരു കുറവും വരില്ല എന്റെ അന്നമ്മച്ചേട്ടത്തി. അവര് എപ്പോ വരും പറഞ്ഞത്? ഉച്ചയ്ക്ക് മുമ്പ് എത്തുമെന്നാ പറഞ്ഞത്. ഊണ് ഇവിടെ ആയിരിക്കും. മുതലാളി, ഇങ്ങോട്ട് വന്ന കല്യാണ പാർട്ടിക്ക് ഒരു അപകടം ഉണ്ടായി മുതലാളി. അവരുടെ കാരണം വേറെ കാരണമായി കൂട്ടിമുട്ടി അവർ തിരിച്ചുപോയി മുതലാളി. അപകടം അപശകുനമാണല്ലോ. മുതലാളി വിഷമിക്കണ്ട. ജോയ്മോന്റെ കല്യാണം ഈ പത്രോസ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നടത്തും. താളങ്ങളിൽ നീ, രാഗങ്ങളിൽ നീ, അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ. താളങ്ങളിൽ നീ, രാഗങ്ങളിൽ നീ, അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ. അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ. വർണ്ണങ്ങളിൽ നീ, സ്വപ്നങ്ങളിൽ നീ, അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ. അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ. എന്റെ മുന്നിൽ നിന്റെ നാണം, എന്നിലാഴും നിന്റെ നോട്ടം. എന്റെ മുന്നിൽ നിന്റെ നാണം, എന്നിലാഴും നിന്റെ നോട്ടം. താളങ്ങളിൽ നീ, രാഗങ്ങളിൽ നീ, അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ. അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ.
ചിത്രമോ ചിറകുള്ള ശില്പമോ അഴകുള്ള ചിത്രമോ സംഗീത ബിന്ദുവോ നീ സംഗീത ബിന്ദുവോ നീ എഴുതുന്നതൊക്കെയും നിന്റെ രൂപം എഴുതുന്നതൊക്കെയും നിന്റെ രൂപം ഞാൻ തിരയുന്നതെപ്പോഴും നിന്റെ പാദം താളങ്ങളിൽ നീ രാഗങ്ങളിൽ നീ അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽക്കൂ അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽക്കൂ മലരിടും കണ്ണുകൾ ഇതളിടും ചുണ്ടുകൾ മലരിടും കണ്ണുകൾ ഇതളിടും ചുണ്ടുകൾ എന്നാത്മഭാഗമായി എന്നാത്മഭാഗമായി സ്വരമാരി തൂകുന്നു നിന്റെ ഭാവം സ്വരമാരി തൂകുന്നു നിന്റെ ഭാവം നീ കേൾക്കുവാൻ മാത്രമാണെന്റെ ഗാനം താളങ്ങളിൽ നീ രാഗങ്ങളിൽ നീ അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽക്കൂ അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽക്കൂ വർണ്ണങ്ങളിൽ നീ സ്വപ്നങ്ങളിൽ നീ അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽക്കൂ അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽക്കൂ എടാ നിനക്ക് എന്തു പറ്റി വന്ന മോൾക്ക് തുടങ്ങിയതാണല്ലോ ഈ പെയിന്റും ബ്രഷും എടുത്തൊരു വരയില് ഞാൻ കണ്ടെത്തിയടാ എന്ത് കണ്ടെത്തി എന്റെ സങ്കല്പ സൗന്ദര്യത്തെ ഞാൻ കണ്ടെത്തി എവിടെ കണ്ടെത്തി പാർട്ടിയിൽ വെച്ച് പാർട്ടിയിലോ ഞാൻ കണ്ടില്ലല്ലോ നിനക്ക് കാണണമെന്ന് തോന്നിയില്ല അതുകൊണ്ട് കണ്ടില്ല ആ സൗന്ദര്യം എന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് നിനക്കൊരു തരം വട്ടാണല്ലടാ തനി വട്ട് കണ്ടോ എന്തിനിത്തരം കല്യാണ ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കുന്നു നിന്നെപ്പോലുള്ള കല്യാണ ഭ്രാന്തന്മാർക്കാണ് കൊള്ളാവുന്നതാണെങ്കിൽ കണ്ണിനൊരു കർപ്പൂര സുഖമെങ്കിലും കിട്ടും അപ്പൊ നിനക്കും ഉണ്ട് സൗന്ദര്യബോധം അതുകൊണ്ടല്ലടാ ഞാൻ ഈ വിവാഹ പരസ്യമൊക്കെ നോക്കുന്നത് ദേ എടുക്കണം ഈ സാധനത്തിന്റെ മോന്ത കണ്ട പപ്പടം അടുപ്പിലിട്ട് ചുട്ട മാതിരി നോക്കി എന്റെ പൊന്ന് സതീശ ഈ കുറ്റം പറച്ചിൽ നിർത്ത് അവസാനം നിനക്ക് കിട്ടുന്നത് അസൽ കാപ്പിരിയായിരിക്കും അതാ കാപ്പിരിയാണെങ്കിൽ കാപ്പിരി ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചോളൂ ശരണവയ്യപ്പാ ഓം ക്രീം ഗ്ലൂം ക്ലീം ഗ്ലാം ചൂടുപാലസ്യ സ്വാദായ കുടിക്കസ്യ സോം ക്രീം സ്വാഹ ഒന്ന് നിർത്തണം എന്റെ കുശുശുക്കൽ സാറിനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് കുശുശുക്കലല്ല മന്ത്രം ചൊല്ലുകയാണെന്ന് പിന്നൊരു കാര്യം ഈ കളിയാക്കല് മന്ത്രവാദത്തിനോട് വേണ്ട ഞങ്ങൾ കുടുംബത്തോടെ മന്ത്രവാദികളാ അതിന്റെ ശക്തി കാണിച്ചിട്ടുള്ളവരുവാ കേട്ടിട്ടുണ്ടോ കരിമ്പന കോരൻ ആരാടാ ഈ പണ്ടാരം എന്റെ അച്ഛനാ ഭയങ്കര മന്ത്രവാദിയായിരുന്നു സാറിന് കേൾക്കണോ ഒരു വെള്ളിയാഴ്ച ദിവസം അർദ്ധരാത്രി എന്റെ അച്ഛൻ പുറത്തോട്ട് ഇറങ്ങുമ്പോ നിൽക്കുന്നു ഒരു യക്ഷി അമ്മയെ കാണാൻ വന്നതാ ഓ അമ്മയുടെ കൂട്ടുകാരിയായിരിക്കും അല്ലല്ല പെണ്ണുങ്ങളുടെ ചോരയാണ് ഇഷ്ടം ആണുങ്ങളെ കിട്ടിയാലും വിടുകയില്ല കേട്ടോ ആ അച്ഛൻ നോക്കി നിൽക്കേ യക്ഷി വളർന്ന് വളർന്ന് വലുതായി അവൾ അച്ഛനെ കരിമ്പന ചോട്ടിലേക്ക് നയിച്ചു പെട്ടെന്ന് അച്ഛൻ മന്ത്രം ചൊല്ലിക്കൊണ്ട് കത്തി ഉരി കയ്യിലെടുത്തു യക്ഷിച്ചഞ്ചലാക്ഷി തുള്ളിപ്പോയി അതെന്താ കത്തി ഭയവാ വേഗോട് കരിമ്പനയിലേക്ക് കയറി അച്ഛൻ വിടുവോ കൂടെ കയറി മേളിൽ ചെന്ന് കത്തിയെടുത്ത് ഒരൊറ്റ കുത്തുകൊടുത്തു ദേ കിടക്കുന്നു താഴെ ആരെ യക്ഷിയോ അല്ല അച്ഛൻ ആ വീഴ്ചയിൽ നടു ഒടിഞ്ഞാണ് എന്റെ അച്ഛൻ ചത്തുപോയത്
കരിമ്പനെന്ന് വീണത് കൊണ്ടാ അദ്ദേഹത്തെ കരിമ്പന കോരൻ എല്ലാരും വിളിക്കുന്നത്. എടാ പപ്പു, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഞങ്ങൾക്കൊന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. നീ ഇവിടെ ഒന്ന് പോയാട്ടെ. അല്ല, ഞാനൊരു അശ്വാരൂഢ മന്ത്രം ജപിച്ചു തരാം. ഒരു അശ്വാരൂഢ മന്ത്രം വേണ്ട, നീ ഇവിടെ നിന്ന് പോയേച്ചാ മതി. അനുഭവിക്കുമ്പോ മനസ്സിലാവും. നോക്കട്ടെ സതീശ, എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ. ഇക്കണക്കിന് അവൻ അധികം ആയിട്ടില്ല. വഴിക്ക് വാ. നീ എന്നെയാന്ന് പറഞ്ഞിട്ടുള്ള പട്ടക്കടയിലും കയറിയോടാ പത്രോസേ? ഇല്ല, നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡ്രൈവർ ഇല്ലാതെ കാർ ഓടുവാടാ. ഈശോ, സത്യം ആവശ്യപ്പെട്ട ആ കുരുത്തം കെട്ട കാറ് കുതിര കുത്താൻ വരുന്ന മാതിരിയല്ലേ എന്നെ ഇട്ട് ഓടിച്ചു കളഞ്ഞത്. ഇനി ഒരിക്കൽ കാണട്ടെ. മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ തീ കൊടുക്കും, നോക്കിക്കോ. ശരി, കാണുമ്പോ പരീക്ഷിച്ച് നോക്ക്. പട്ടയിൽ അട്ടേ ചേർക്കുന്നു എന്ന് പറയുന്നത് സത്യമാണോടാ പത്രോസേ? സാധാരണ മനയട്ട. നിന്നെ കാറിടിച്ചു എന്ന് കേട്ട് ഈ ഇടവകയിലെ കപ്പ്യാരായ ഞാൻ ഒന്ന് നോക്കാതിരിക്കുന്നത് ശരിയാണോടാ? ഓഹോ, ചത്തൊന്ന് നോക്കാനായിരിക്കും. എടാ പത്രോസേ, എനിക്ക് ആശ. ഈ വയസ്സുകാലത്തോ? നീ എനിക്കൊരു പെണ്ണിനെ ശരിയാക്കി താടാ. എന്തിനാ? കല്യാണം കഴിക്കാൻ. കാര്യമായിട്ടാണ് അവസരപ്പെട്ട. എന്നാ നമ്മുടെ കറിയത്തിന്റെ മോളെന്ന് അന്വേഷിച്ചാൽ എന്താ? എടാ, നീ എന്നെ കളിയാക്കണല്ലേടാ? കർത്താവിന് വേണ്ടപ്പെട്ട കപ്പ്യാരാണ് നീ കളിയാക്കുന്നത്, ഓർമ്മിച്ചോ? ഇനി ഒരൊറ്റ സെക്കൻഡ് ഞാൻ ഇവിടെ നിൽക്കൂല. അവസരപ്പെട്ടോ, അത് മുഴുവൻ പിടിക്കണോട്ടാ. ഐ ആം ജേക്കബ്. ജോയി എന്നല്ലേ പേര്? അതെ. ജോയി എവിടെ വർക്ക് ചെയ്യുന്നു? ചെറിയ എക്സ്പോർട്ടേഴ്സ്. താമസം ചർച്ചോട്ട്. ഓ, ഞാനും അതിനടുത്തന്നെ താമസം. ആരെങ്കിലും പ്രതീക്ഷിക്കണം? ഒന്നുമില്ല. Try to see. Okay. Bye.